ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ശരിക്കും നന്നായി സംസാരിക്കുന്നവർ അവരുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ് പഠിക്കുന്നത്. ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ എന്നോടൊപ്പം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് തുടങ്ങാം. ആദ്യത്തെ സെൻറ്റൻസ്, സീ യു ഇൻ എ ബിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കാണാം എന്നാണ്. ഇതങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറില്ല അല്ലേ? കുറച്ച് കഴിഞ്ഞ് കാണാം, കുറച്ച് കഴിഞ്ഞ് കാണാം. ഒരു എക്സാമ്പിൾ സെൻറ്റൻസ്, ഐ ആം ജസ്റ്റ് ഗോയിങ് ടു ദ ഷോപ്പ്, സീ യു ഇൻ എ ബിറ്റ്. ഞാൻ കടയിൽ പോയിട്ട് വരാം, അത് കഴിഞ്ഞ് കാണാം എന്നാണ് അർത്ഥം. സീ യു ഇൻ എ ബിറ്റ്, കുറച്ച് കഴിഞ്ഞ് കാണാം. നെക്സ്റ്റ് സെൻറ്റൻസ്, ടോക്ക് ടു യു ലേറ്റർ. ടോക്ക് ടു യു ലേറ്റർ എന്താ അർത്ഥം? പിന്നീട് സംസാരിക്കാം, പിന്നീട് സംസാരിക്കാം. എക്സാമ്പിൾ സെൻറ്റൻസ്, ഐ ഹാവ് ടു ഗോ നൗ, ടോക്ക് ടു യു ലേറ്റർ. എനിക്ക് ഇപ്പോൾ പോകണം, നമുക്ക് പിന്നീട് സംസാരിക്കാം എന്നാണ്. യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്, പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് വൺ, ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. ദാറ്റ്സ് എ ഗുഡ് പോയിന്റ് മീനിങ് എന്താ? അത് നല്ലൊരു കാര്യമാണ് അല്ലെങ്കിൽ നല്ലൊരു അഭിപ്രായമാണ് എന്നർത്ഥത്തിൽ. അത് നല്ലൊരു കാര്യമാണ്. That's a good point. I hadn't thought about that. അത് നല്ലൊരു കാര്യമാണ്, ആക്ച്വലി ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസ്, യു ഹാവ് ഗോട്ട് എ പോയിന്റ് അല്ലെങ്കിൽ യു ഗോട്ട് എ പോയിന്റ്. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ട്, ഞാനത് അഗ്രി ചെയ്യുന്നു എന്നാണ്. നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. എക്സാമ്പിൾ സെൻറ്റൻസ്, യു ഗോട്ട് എ പോയിന്റ്, വി ഷുഡ് കൺസിഡർ ഇറ്റ്. നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ട്, നമുക്കത് പരിഗണിക്കണം. യു ഹാവ് ഗോട്ട് എ പോയിന്റ് അല്ലെങ്കിൽ യു ഗോട്ട് എ പോയിന്റ്. നെക്സ്റ്റ് വൺ, ഐ കുഡിൻറ്റ് ബിലീവ് ഇറ്റ്. ഐ കുഡിൻറ്റ് ബിലീവ് ഇറ്റ്, എനിക്കത് വിശ്വസിക്കാനായില്ല. എനിക്കത് വിശ്വസിക്കാനായില്ല. എക്സാമ്പിൾ സെൻറ്റൻസ്, വെൻ ഐ ഹേർഡ് ദ ന്യൂസ് ഐ കുഡിൻറ്റ് ബിലീവ് ഇറ്റ്. ആ വാർത്ത കേട്ടപ്പോൾ എനിക്കത് വിശ്വസിക്കാനേ ആയില്ല. ഐ കുഡിൻറ്റ് ബിലീവ് ഇറ്റ്. നെക്സ്റ്റ് വൺ, ഐ ഡിഡിൻറ്റ് എക്സ്പെക്ട് ദാറ്റ്. ഇതിൻ്റെ അർത്ഥം എക്സ്പെക്ട് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക അല്ലേ? അപ്പോൾ ഐ ഡിഡിൻറ്റ് എക്സ്പെക്ട്, ഞാനത് പ്രതീക്ഷിച്ചില്ല, ഞാനത് പ്രതീക്ഷിച്ചില്ല. ഐ കുഡിൻറ്റ് എക്സ്പെക്ട് ദാറ്റ്. യു കം ബാക്ക് സോ സൂൺ, ഐ ഡിഡിൻറ്റ് എക്സ്പെക്ട് ദാറ്റ്. നിങ്ങൾ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നു, ഞാനത് പ്രതീക്ഷിച്ചില്ല. ഐ ഡിഡിൻറ്റ് എക്സ്പെക്ട് ദാറ്റ്. ഓക്കെ, ഐ ഡിഡിൻറ്റ് എക്സ്പെക്ട് ദാറ്റ്. നെക്സ്റ്റ് വൺ, ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ വാസ് തിങ്കിങ്. നൈസ് ഫ്രേസ് ആണല്ലേ? ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ വാസ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായി അത് തന്നെയാണ് ചിന്തിച്ചിരുന്നത്, അത് തന്നെയായിരുന്നു ഞാനും ചിന്തിച്ചിരുന്നത്, അത് തന്നെയായിരുന്നു ഞാനും ചിന്തിച്ചിരുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെ നമുക്ക് പറയേണ്ടി വരും. എക്സാമ്പിൾ സെൻറ്റൻസ്, വി ഷുഡ് ലീവ് ഏർലി, ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ വാസ് തിങ്കിങ്. നമ്മൾ നേരത്തെ പോകണം, ഞാൻ അത് തന്നെയാണ് ചിന്തിച്ചിരുന്നത്. അതായത്
ഒരു കാര്യത്തിന് നമ്മൾ അഗ്രി ചെയ്യുകയാണ്, നമ്മളും അങ്ങനെ തന്നെയായിരുന്നു ചിന്തിച്ചിരുന്നതെന്ന് പറയാനുള്ള നൈസ് എക്സ്പ്രഷനാണ്. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ വാസ് തിങ്കിങ്. പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം. ഇത് നമ്മൾ സംഭാഷണത്തിൽ ശരിക്കും ഉപയോഗിക്കുന്നതാണ് ഒന്നാണ്. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം. ഇതിന്റെ അർത്ഥം ഒരുപാട് നാളായി എന്നാണ്. ഒരുപാട് നാളായി. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം. അപ്പോൾ ലോങ് ടൈം നോ സീ എന്ന് പറയാറില്ലേ, കുറേ കാലമായല്ലോ കണ്ടിട്ട്. അതുപോലെ തന്നെ ഇറ്റ്സ് ബീൻ ലോങ് ടൈം, ഒരുപാട് നാളായി. ഒരു എക്സാമ്പിൾ സെന്റൻസ്. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് വി മെറ്റ്. നമ്മളൊരാളെ കുറേ നാൾ കഴിഞ്ഞ് കാണുമ്പോൾ പറയാൻ പറ്റിയ സുന്ദരമായ ഒരു സെന്റൻസ് ആണ് ഇത്. ശരിക്കും പഠിച്ചു വയ്ക്കുക. ഇറ്റ്സ് ബീൻ ലോങ് ടൈം. നെക്സ്റ്റ് വൺ. ഐ ഹാവൻറ്റ് സീൻ യു ഏജസ്. അതുപോലെ തന്നെ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയൊരു ബ്യൂട്ടിഫുൾ ഫ്രേസ് ആണ്. ഐ ഹാവൻറ്റ് സീൻ യു ഇൻ ഏജസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കണ്ടിട്ട് ഒരുപാട് നാളായി. നിങ്ങളെ കണ്ടിട്ട് ഒരുപാട് നാളായി എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. ഐ ഹാവൻറ്റ് സീൻ യു ഇൻ ഏജസ്, ഹൗ ആർ യു? നിങ്ങളെ കണ്ടിട്ട് ഒരുപാട് നാളായി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നാണ് ചോദിക്കുന്നത്. ഐ ഹാവൻറ്റ് സീൻ യു ഇൻ ഏജസ്. ഇനി അടുത്തത്. താങ്ക്സ് ഫോർ ലെറ്റിംഗ് മീ നോ. താങ്ക്സ് ഫോർ ലെറ്റിംഗ് മീ നോ. ഇതിൻ്റെ അർത്ഥം എന്നെ അറിയിച്ചതിന് നന്ദി, എന്നോട് പറഞ്ഞതിന് നന്ദി. എന്നെ അറിയിച്ചതിന് നന്ദി. താങ്ക്സ് ഫോർ ലെറ്റിംഗ് മീ നോ. എക്സാമ്പിൾ സെന്റൻസ്. താങ്ക്സ് ഫോർ ലെറ്റിംഗ് മീ നോ അബൌട്ട് ദ മീറ്റിംഗ്. മീറ്റിങ്ങിനെ കുറിച്ച് എന്നെ അറിയിച്ചതിന് നന്ദി. അപ്പോൾ നോക്കൂ, എത്ര യൂസ്ഫുൾ ആയുള്ള സെന്റൻസുകളാണ്. ഇതെല്ലാം ശരിക്കും താറവാക്കുക, നിങ്ങളുടെ മനസ്സിൽ പതിപ്പിച്ച് വയ്ക്കുക. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ ഈ സെന്റൻസുകളൊക്കെ നിങ്ങളുടെ വായിൽ നിന്ന് തനിയെ വരും. സോ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുക. Thank you so much for watching this video. I hope we'll catch you soon in the next video. Bye bye.